ഇത് ശിവരാത്രിക്ക് നമുക്ക് ജപിച്ചു തുടങ്ങി നമുക്ക് തുടർച്ചയായിട്ട് തന്നെ ജപിച്ചു പോകാവുന്നതാണ്. ഇനി ശിവരാത്രിക്ക് മുമ്പ് ജപിക്കണമെന്നുള്ളവർക്കും ഇത് ആരംഭിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ശിവരാത്രിക്ക് ശേഷമാണ് ഇത് കണ്ടതെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് അത് ജപിച്ച് തുടങ്ങാവുന്നത്. പക്ഷേ ഓം നമഃ ശിവായ. ലോക സംരക്ഷണാർത്ഥം മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്ത ദിവസമാണ് ശിവരാത്രി എന്നറിയപ്പെടുന്നത്. ഈ ശിവരാത്രി ദിവസം ഭക്തരെല്ലാം തന്നെ വ്രതം എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കും. അതുമൂലം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ്. ശിവരാത്രി വ്രതം എടുക്കുന്ന ഓരോ ഭക്തനും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടുന്ന ചില മന്ത്രങ്ങളുണ്ട്. ഹിന്ദു വിഷൻ ചാനലിൽ അത്തരം ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ച് മുൻകാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിവിശേഷമായ ശിവ ആയുർനാമാവലിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ ശമിപ്പിക്കാനും നമ്മുടെ ആയുർവർദ്ധനയ്ക്കും വേണ്ടിയിട്ട് ജപിക്കുന്ന ഒരു മന്ത്രമാണിത്. 8 മന്ത്രങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ ശിവ ആയുർനാമാവലി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ജപിക്കാം. ശിവക്ഷേത്രത്തിൽ പോയി നിന്ന് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ പുണ്യകരമാണ്. അതിവിശേഷമായ ഈ ആയുർനാമാവലി ജപിക്കുന്നതിന് ചില വിധികളൊക്കെ ഉണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം. എന്നാലേ അതിൻ്റെ പുണ്യം നമുക്ക് കൂടുതലായി ലഭ്യമാവുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. ഒപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ കാണുമ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ ഓം നമഃ ശിവായ എന്ന ഒരു മന്ത്രം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഇതിൽ പറയുന്ന ആയുർനാമാവലി മന്ത്രങ്ങൾ നിങ്ങൾ അതിൻ്റെ കീഴെ കുറിച്ചിടണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമൂലം ഈ മന്ത്രങ്ങൾ പലരും വായിക്കപ്പെടും. അപ്പോൾ ഒരാൾ ഒരു തവണ മന്ത്രം എഴുതുമ്പോൾ അത് ചിലപ്പം 1,00,000 പേര് വരെ വായിച്ചു എന്ന് വരും. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ട ഈ മന്ത്രം കൊണ്ട് 1,00,000 പേർക്ക് നിങ്ങൾക്ക് വായിക്കാൻ അവസരം കൊടുക്കാൻ പറ്റുമ്പോൾ ഇതിൻ്റെ എല്ലാം പുണ്യം നിങ്ങളിൽ തന്നെ വന്നു ചേരുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും കാതലായ ഭാഗം. അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുകയും അതിനൊപ്പം തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ മന്ത്രങ്ങളൊന്ന് കുറിച്ചിടുകയും കൂടി ചെയ്യുന്നത് വളരെ പുണ്യകരമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഞാനുമായിട്ട് നിരന്തരം കണക്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശിവൻ എന്ന നാമത്തിന് മംഗളം, നാശമില്ലാത്തത്, പുണ്യം എന്നിങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് ഒടുവിൽ നാം എത്തിച്ചേരുന്നത് ശിവപദത്തിലേക്കാണ് എന്നാണ് സങ്കല്പം. ഒടുവിൽ ഭഗവാന്റെ തൃക്കരങ്ങളിലേക്കാണ്, തൃപ്പാദങ്ങളിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. എന്നാൽ ഭൂമിയിൽ വസിക്കുന്ന ഓരോ ഭക്തർക്കും ജഗത്പിതാവ് നൽകുന്ന അനുഗ്രഹവർഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഭഗവാനെ നാം യഥാവിധി മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന പുണ്യം അതിവിശിഷ്ടമാണ്. ഇവിടെ ശിവ ആയുർനാമാവലി എന്ന് പറയുന്ന 8 മന്ത്രങ്ങളെ പറയുന്നത് നമ്മുടെ ആയുർ സംരക്ഷകമായിട്ട്, നമ്മുടെ ആരോഗ്യ സംരക്ഷകമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്നാണ് പറയുന്നത്. ശരീരം സംരക്ഷിക്കപ്പെടുന്നതാണ് നമ്മുടെ ധർമ്മം. അതായത് നമ്മളെപ്പോഴും ശരീരത്തെ മറന്നുകൊണ്ടുള്ള ഏത് കർമ്മം ചെയ്യുന്നതും വ്യർത്ഥമാണെന്നാണ് പറയുന്നത്. വ്രതം എടുക്കുന്ന എല്ലാം ശരീരത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓരോ വ്രതങ്ങൾ കൈക്കൊള്ളുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലും നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായ ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അതിൻ്റേതായ ഒരു സംരക്ഷണ വലയം കിട്ടണം. അങ്ങനെയുള്ളൊരു മന്ത്രമാണ് ശിവ ആയുർനാമാവലി. ഈ മന്ത്രം നമുക്ക് ശിവരാത്രിക്ക് മുമ്പ് തന്നെ ജപിച്ചു തുടങ്ങാം. എന്നാൽ ശിവരാത്രി ദിവസം ജപിച്ച് തുടങ്ങുകയാണെങ്കിൽ ഏറെ പുണ്യം. അതായത് 1000 ദിവസം ജപിച്ചതിൻ്റെ പുണ്യം ഒരു ശിവരാത്രിക്ക് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ലഭ്യമാകുന്നു എന്നാണ് പറയുന്നത്. ഈ മന്ത്രം രാവിലെയും വൈകുന്നേരവും നമുക്ക് ജപിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് ജലത്തിൽ ഒരു തുളസിയില ഇട്ടിട്ട് വലത് കൈയിലെ മോതിരവിരൽ തൊട്ട് ഈ മന്ത്രങ്ങൾ 8 എണ്ണവും ജപിച്ചതിന് ശേഷം 8 എണ്ണം ജപിക്കുക എന്ന് പറഞ്ഞാൽ 8 തവണ ഇത് ജപിക്കണം. 8 തവണ ഒരു സെറ്റ് ജപിച്ചു, വീണ്ടും 8 തവണ ജപിച്ചു, അങ്ങനെ 8 തവണ മൊത്തത്തിൽ ജപിച്ചതിന് ശേഷം 8 സെറ്റാണ്. അപ്പോൾ അങ്ങനെ ജപിച്ചതിന് ശേഷം ഈ ജലം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക്
ആയുർവർദ്ധനയും അതുപോലെ തന്നെ ആരോഗ്യവർദ്ധനയും എല്ലാം ഉണ്ടായി വരും. എന്നാൽ ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നവർ ഇങ്ങനെ തൊട്ട് ജപിച്ച് കുടിക്കാൻ പാടില്ല എന്നുള്ളത് കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ആ ദിവസം നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി. ഇത് രാവിലെയും വൈകുന്നേരവും ജപിക്കാവുന്നതാണ്. രാവിലെ നമുക്ക് ബ്രാഹ്മമുഹൂർത്തം കഴിഞ്ഞ് ഒരു 7 മണി 8 മണി അതിനകത്തുള്ള സമയത്ത് നിങ്ങൾ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് കിഴക്ക് നോക്കിയിരുന്ന് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. മുന്നിൽ ഒരു നിലവിളക്ക് തെളിയിച്ച് വെച്ച് ഒരു ശിവൻ്റെ ചിത്രമോ അല്ലെങ്കിൽ ശിവപ്രതിമയോ അല്ലെങ്കിൽ ശിവലിംഗ രൂപമോ എന്തെങ്കിലും വെച്ച് നമ്മളത് ജപിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അതിലേക്ക് ഏകാഗ്രമാകാനും ആ ശക്തി ചൈതന്യം കൂടുതൽ നമ്മളിലേക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ടാണ് ഇത് ജപിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ്. ആ വിഗ്രഹത്തെ നോക്കി ജപിക്കുകയെങ്കിൽ കോടിപുണ്യം എന്ന് തന്നെ നമുക്ക് അത് പറയാം. അതുപോലെ തന്നെ വൈകുന്നേര സമയത്തും ക്ഷേത്രത്തിൽ പോയി ഇന്ന് ജപിക്കാം. ഇതുപോലെ തന്നെ കിഴക്കോട്ട് നോക്കിയിരുന്ന് നമുക്ക് സന്ധ്യാവന്ദനാദികളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, ആ കൂട്ടത്തിൽ ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. ഈ രോഗങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില മന്ത്രങ്ങൾ ജപിക്കും. പ്രത്യേകിച്ച് ധന്വന്തരി മന്ത്രം ജപിക്കാറുണ്ട്. ഈ ധന്വന്തരി മന്ത്രങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് ജപിക്കാവുന്നതാണ് ഈ ആയുർനാമാവലി. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആയുർവർദ്ധനയ്ക്ക് ഏറ്റവും നല്ലത് രാവിലെ ഒരു ദിവസം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രം ചൊല്ലി എഴുന്നേൽക്കുക നല്ലതാണ്. അത് മാത്രമല്ല ചിലർ കിടക്കാൻ നേരത്ത് ഇത് കിഴക്കോട്ട് നോക്കി ജപിച്ചിട്ട് കിടക്കുന്ന ശീലം പണ്ടുണ്ടായിരുന്നു. അത് ഒരു സെറ്റാണ്, 8 തവണ ജപിച്ചിട്ട് കിടക്കുന്ന ഒരു ശീലമുള്ളവരുണ്ട്. അത് എൻ്റെ മുത്തച്ഛനൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ അവർ ജപിച്ചിട്ടായിരുന്നു കിടക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിവിശിഷ്ടമായ ശിവ ആയുർനാമാവലി നിങ്ങൾ കുറിച്ചെടുക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനിത് സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ അതും കൂടി നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ അത് പൗസ് ചെയ്തിട്ട് എഴുതിയെടുക്കുകയാണ് വേണ്ടത്. മന്ത്രം ഇപ്രകാരമാണ്: ഓം നമ ശിവായ രോഗനാശിനേ നമഃ. ഓം നമ ശിവായ മൃത്യുഞ്ജയായ നമഃ. ഓം നമ ശിവായ ജരാനരനാശകായ നമഃ. ഓം നമ ശിവായ അമൃതലേപനായ നമഃ. ഓം നമ ശിവായ വിഷനാശകായ നമഃ. ഓം നമ ശിവായ ഊർജവർദ്ധകായ നമഃ. ഓം നമ ശിവായ പ്രാണശുദ്ധയേ നമഃ. ഓം നമ ശിവായ ആയുർവർദ്ധകായ നമഃ. ഇപ്രകാരമാണ് മന്ത്രം ജപിക്കേണ്ടത്. ഇത് രുദ്രാക്ഷം കയ്യിൽ വെച്ച് മണി പിടിച്ച് ജപിക്കുന്ന രീതിയുണ്ട്. അത് വളരെ പുണ്യമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർത്തവ കാലയളവിൽ അത് 7 കഴിഞ്ഞിട്ട് സ്ത്രീജനങ്ങൾക്ക് ഇത് ജപിക്കാവൂ. ഇത് വെറും നിലത്ത് ഇരുന്ന് ജപിക്കരുത്. ഒരു പലകയിലോ മറ്റോ ഇരുന്ന് വേണം ജപിക്കാനുള്ളത്. അടിവസ്ത്രം ധരിച്ച് വേണം ഇത് ജപിക്കാനുള്ളത്. ഭഗവാനെ മനസ്സിൽ കണ്ടു വേണം ഇത് ജപിക്കേണ്ടത്. മറ്റു ക്ഷേത്ര നടകളിൽ പോയി നിന്നല്ല ഈ മന്ത്രം ജപിക്കേണ്ടത്. ശിവക്ഷേത്രത്തിലാണ് പോയി നിന്ന് ജപിക്കേണ്ടത്. വിളക്ക് വെച്ച് തെളിയിച്ച് ജപിക്കാൻ കഴിയാത്തവർക്ക് കിഴക്ക് നോക്കി നിന്ന് ജപിക്കാവുന്നതാണ്. പുലവാലായ്മകളുള്ളപ്പോൾ ഇത് ജപിക്കരുത്. ഇങ്ങനെയാണ് ഒരു പൊതുനിർദ്ദേശം ഇതിൽ നൽകാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ മന്ത്രങ്ങളെല്ലാം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതിയിടാൻ കഴിയുമെങ്കിൽ വളരെ നന്നായിരിക്കും. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി നൽകിയാൽ വളരെ ശുഭകരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ പേരിലേക്ക് ഇത് എത്തും. ഹൈന്ദവ ഭക്തർ, ശിവഭക്തർ എല്ലാവരും ഇത് ജപിക്കട്ടെ, അല്ലേ? നമ്മൾ മുഖാന്തരം അങ്ങനെ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പുണ്യം, അതിൻ്റെ ഒരു പങ്ക്, അവരുടെ മന്ത്രജപത്തിൻ്റെ ഒരു പങ്കും കൂടെ നമുക്കും കൂടെ ലഭ്യമാകും. അതും കൂടി നമ്മൾ അറിയണം. ഇത് ശിവരാത്രിക്ക് നമുക്ക് ജപിച്ചു തുടങ്ങി നമുക്ക് തുടർച്ചയായിട്ട് തന്നെ ജപിച്ചു പോകാവുന്നതാണ്. ഇനി ശിവരാത്രിക്ക് മുമ്പ് ജപിക്കണമെന്നുള്ളവർക്കും ഇത് ആരംഭിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ശിവരാത്രിക്ക് ശേഷമാണ് ഇത് കണ്ടതെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് അത് ജപിച്ച് തുടങ്ങാവുന്നത്. പക്ഷേ ജപിച്ച് തുടങ്ങുന്ന ആദ്യമായിട്ട് ജപിച്ച് തുടങ്ങുന്ന ദിവസം തിങ്കളോ പ്രദോഷമോ ആയിരിക്കാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറെ ഉത്തമം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇത് അഡ്മിൻ നമ്പറാണ്. ഞാനല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ്. അതിനനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം വിളിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ അയ്യർ.